കലാപ്രവർത്തനവും സാമൂഹിക സേവനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നടിയെക്കുറിച്ചാണ്, ഒരു അഭിനേത്രി. മറ്റാരുമല്ല, ശബാന ആസ്മി. 80കളുടെ മധ്യത്തിൽ മുംബൈയിലെ ചേരി ഒഴിപ്പിക്കൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിച്ചു നോക്കുക. ഈ ചേരി കൃത്യമായിട്ട് മുംബൈയിൽ ഒഴിപ്പിക്കുകയാണ്. ചേരി നിവാസികൾക്ക് പുനരധിവാസമൊന്നും കൊടുത്തിട്ടില്ല. അവരെ വീടുകളിൽ നിന്ന് ബലമായി പുറത്താക്കുകയാണ്. ഈ വാർത്തകൾ കേട്ടപ്പോൾ ശബാന ആസ്മി വല്ലാതെ കോപാകുലയായി. അവരെ വല്ലാതെ ചൊടിപ്പിച്ചു ഈ വാർത്ത. ശബാന ആസ്മി എന്താ ചെയ്യുന്നറിയാമോ? ശബാന മുംബൈയിലെ ചേരികളിലേക്ക് സമരവുമായിട്ട് നേരിട്ടിറങ്ങി. ചേരി നിവാസികൾക്കൊപ്പം മുൻനിരയിൽ നിന്ന് മുംബൈയിലെ ചേരി ഒഴിപ്പിക്കൽ അവർ തടഞ്ഞു. പണക്കാർക്ക് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് മുംബൈയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അവർ ഉറക്കെ അധികാരി വർഗത്തോട് വിളിച്ചു പറഞ്ഞു. അധികാരികളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും കടുത്ത എതിർപ്പ് ശബാനയ്ക്ക് നേരിടേണ്ടി വന്നു. ശബാന ഏതാണ്ട് ഒറ്റപ്പെട്ട പോലായി. അവർ അറസ്റ്റിലായി. പക്ഷേ എന്നിട്ടും സമരത്തിൽ നിന്ന് ശബാന പിന്മാറിയില്ല. സാധാരണ ഒരു അഭിനേത്രിയും കാണിക്കാത്ത ധൈര്യം അവർ കാണിച്ചു ചേരി പ്രദേശത്ത് നടന്ന ഈ സമരത്തിൽ. ശബാനയുടെ നിരന്തരമായ പോരാട്ടം സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുക തന്നെ ചെയ്തു. ചേരി നിവാസികൾക്ക് മെച്ചപ്പെട്ട പുനരധിവാസ നയങ്ങൾ നിർമ്മിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ നിർബന്ധിതമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഒരു സമര വിജയമാണത്. ചേരി നിവാസികൾക്ക് ഭവനമൊരുക്കാനുള്ള നിവാര ഹക്ക് എന്ന സംഘടനയുടെ ഭാഗമാണ് ഇന്നും ശബാന ആസ്മി. സമൂഹത്തിൽ നടി എന്ന നിലയിലുള്ള തൻ്റെ സ്ഥാനവും സ്വാധീനവും പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ശബാന ആസ്മി എപ്പോഴും ഉപയോഗിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ. അനീതിക്കെതിരെ മൗനം പാലിച്ച് അധികാരി വർഗത്തിൻ്റെ പ്രീതി നേടാൻ അവർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സാധാരണ നടികളെ പോലെ എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞവർ വീട്ടിൻ്റെ അകത്ത് കുത്തിയിരുന്നില്ല. പദവിക്കൊപ്പം ഉത്തരവാദിത്തമുണ്ടെന്ന് ശബാനയുടെ ഈ മഹാരാഷ്ട്രയിലെ പോരാട്ടം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കും. യഥാർത്ഥ ജീവിത വിജയം വ്യക്തിപരമായ നേട്ടം മാത്രമല്ല, സമൂഹത്തിൽ എന്ത് മാറ്റങ്ങളും ചലനങ്ങളും കൊണ്ടുവരുന്നു എന്നത് കൂടിയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ കാര്യം അവനവനിസം മാത്രമുള്ള ഒരു കാലത്ത് നമുക്കും നമ്മുടെ ഭാര്യയ്ക്കും പിന്നെ നമ്മുടെ കുട്ടികൾക്കും ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെയാണ് എന്ന് കരുതുന്ന ഈ സാക്ഷാൽ അവനവനിസത്തിനപ്പുറം കടന്ന് ചിന്തിക്കുക. ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ, ഈ ചെറിയ കാലം ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ ഈ മണ്ണിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം.